മലയാളികൾക്ക് ഏറെ പരിചിതനായ നടനാണ് നീരജ് മാധവൻ. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ശ്രദ്ധ നേടിയ നടനാണ് അദ്ദേഹം. 2013 രാജീവ് പ്രഭാപതി മേനോൻ സംവിധാനം ചെയ്ത ബഡ്ഡി എന്ന ചിത്രത്തിലൂടെയാണ് നീരജ് തന്റെ കരിയർ ആരംഭിക്കുന്നത്. പിന്നീട് ചെറിയ കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെടാൻ അദ്ദേഹത്തിന് സാധിച്ചു. ബഡ്ഡി എന്ന സിനിമയ്ക്ക് ശേഷം അതേ വർഷം തന്നെ നീരജ് അഭിനയിച്ച സിനിമകളാണ് പൃഥ്വിരാജ് സുകുമാരൻ നായകനായ മെമ്മറീസ്, മോഹൻലാൽ ചിത്രമായ ദൃശ്യം എന്നിവ. ഇരു ചിത്രങ്ങളും സംവിധാനം ചെയ്തത് ജിത്തു ജോസഫ് ആയിരുന്നു. ഇപ്പോൾ താൻ മെമ്മറീസ് സിനിമയിൽ നിന്നും ദൃശ്യത്തിലേക്ക് എത്തിയതിനെ കുറിച്ച് പറയുകയാണ് നീരജ് മാധവൻ. എന്റെ രണ്ടാമത്തെ സിനിമയായിരുന്നു മെമ്മറീസ്. അതിൽ ആകെ 2 സീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഒരു വർക്ക്ഷോപ്പിലെ മെക്കാനിക്കായിട്ടാണ് അഭിനയിച്ചത്. പക്ഷെ ആ സിനിമയിൽ അഭിനയിച്ചത് ഞാനാണെന്ന് ആളുകൾക്കാർക്കും മനസ്സിലായില്ലായിരുന്നു. അന്ന് ആർക്കും അറിയില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ വീണ്ടും മെമ്മറീസ് കാണുമ്പോൾ എന്നെ തിരിച്ചറിയുന്നുണ്ട്. അന്നും ഇന്നും എന്റെ പേര് പോലും ആളുകൾക്കറിയില്ലല്ലോ. അതിൽ ആദ്യത്തെ സീൻ കഴിഞ്ഞതും ജിത്തു ചേട്ടൻ എന്നെ അടുത്തേക്ക് വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു. നീ കൊള്ളാമല്ലോടാ, നിനക്ക് വേറെ ഒരു പടമുണ്ട്, അത് ഞാൻ പറയാം എന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ ദൃശ്യത്തിൽ എത്തുന്നത്, നീരജ് മാധവൻ പറഞ്ഞു.